Sports in the game. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് വെച്ചാൽ ഞായറാഴ്ചയാണ്. ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഞായറാഴ്ച ഇടുന്നുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനി അത് ഇടണം. അപ്പം ഈ വീഡിയോ വരാൻ പോകുന്നത് ഞാൻ ഷൂട്ട് ചെയ്തത് ഞായറാഴ്ച, ഇത് ഇടാൻ പോകുന്നത് ഞാൻ നാളെ തിങ്കളാഴ്ച ആയിരിക്കും ഗൈസ്. അപ്പം നിങ്ങളിത് കാണുന്നത് തിങ്കളാഴ്ച ആയിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അത് ചിലപ്പോൾ അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കാണാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 20 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു 16 സബ്സ്ക്രൈബേഴ്സ്. 16 ഗൈസ്, നമുക്കാകെ 15 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പം നമ്മളെ റോഡ് ടു 20 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കുക, പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക ഞാനിടുന്ന വീഡിയോ കാണാനായിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിനും കാട്ടി മുമ്പട്ടെ, പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു 20 സബ്സ്ക്രൈബേഴ്സായ ഫേസ് റിവ്യൂ ഉണ്ടാകുന്നതായിരിക്കും എൻ്റെ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കുക ഗൈസ്, പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്, ലെറ്റ്സ് ഗോ. എനിക്ക് കുറച്ച് പൈസയെല്ലാം കിട്ടി ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട്. ഈ ടൂർണമെൻറ്റ് കണ്ട, അത് 4 ദിവസം കഴിയണേ റീഫ്രഷ് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റത്തെ മാച്ച് തുടങ്ങാനിരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഗൈസ്. പിന്നെ എൻ്റെ വീഡിയോ ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ ഇടുന്ന വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ, ലെറ്റ്സ് ഗോ ഗൈസ്. കളി ഇപ്പോൾ തുടങ്ങും. എൻ്റെ ടീമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഗൈസ്. പോടാ യമാലെ അടിടാ. എന്തിനാ അതെടുക്കാൻ പോയി? പാസ്വേഡ് അൽവാരിസ് നമ്മളില്ലല്ലോ, അർജന്റീനയിലല്ല അൽവാരിസ്. ഇവിടെ മോനിൻ റുഡിഗറാ വിനീഷ്യസ് അല്ലേ ഇത്? മോനിയുള്ള അറിയും പാസ് നിൽക്കുക. അവനവിടെ ഓഫ് സൈഡിൽ നിൽക്കുന്നുണ്ടായതാ. കിട്ടി. എടാ മെസ്സി പോടാ മെസ്സി. എടാ ഇവനല്ലേ ഇത് കാട്ടുന്ന വരുന്നു. അസിസ്റ്റ് അടിക്കാൻ കഴിയുക, അടി. ഗോളി ഭയങ്കര സീനാന്നല്ല ഗൈസ്. ഈ ഗോളീനെല്ലാം കൊണ്ട് ഭ്രാന്ത് മോനാണെങ്കിൽ എല്ലാം തട്ടിക്കളയും. യമലേ ഹെഡ് പോയി. എന്നാലും അത് വളരെ മോശം പരിപാടിയായി. പെഡ്രി കിട്ടി. അൽമാൻ്റെ പാസ് അങ്ങനെ തന്നെ കൊടുക്കണ്ടേ. മണ്ടൻ തന്നെ പയ്യൻ. എതിർ ടീമിന് പാസ് കൊടുക്കുന്നു. മെസ്സി സ്കില്ലാക്ക്. സ്കിൽ അടി ഷൂട്ട്. ചേടാ എൻ്റെ ആളൊന്ന് സ്ലൈഡ് ഇട്ടു. നേരത്തെ ഷൂട്ട് വെക്കണമായിരുന്നു. ഓർഡറാ ഓട്ടോ പ്ലേ ഉള്ളത് ഭയങ്കര ഭാഗ്യമാണ്. നമ്മളെ മോള് കിട്ടിയാൽ നമ്മ തന്നെ കളിക്കുന്നത്. അതാണ് നമ്മുടെ കളി. അത്രേ ഉള്ളൂ. എടാ സ്കില്ലാക്ക്. എടാ കിട്ടിടാ അടി. എടാ ഈ എമ്മാലെ ഇത് മണ്ടൻ ഭ്രാന്ത് ഇത് കാട്ടുന്ന ഇറങ്ങി വന്നിന് അവനെല്ലാം ഭ്രാന്ത്. അതാ ഓഫ് സൈഡും കിട്ടി, ഗോള് പോകേണ്ട സാധനമാണ്. ഗോള് പോകേണ്ട ബോള് വേണം. ഗോള് പോകണ്ടേ. ആ യമാലയുടെ നടുവിൽ വന്നിട്ട് നിൽക്കുന്നു എൻ്റെ ഭ്രാന്ത്. മെസ്സി കിട്ടി മെസ്സി. ആ യമാലിനൊന്നും കൊടുക്കുക വേണ്ട. പോയടാ എടാ സ്കില്ലാക്കടാ. ഓ അടി. എടാ അവൻ തട്ടി. ആ ഗോളി എന്തിടാ അവന് എന്തോ വിഷബാധയായിട്ടും കൊടുത്തിട്ട് എല്ലാം തട്ടണമെന്ന് പറഞ്ഞിട്ട്. എടാ റുഡിഗറെ സീണ്ട ഗോള്. എൻ്റെ മോനെ കഴിയാനായില്ല, കളി കഴിയാനായി. ഒരു ഗോളെങ്കിലും അടിച്ച് കളി കഴിയാനാണ്. എടാ മെസ്സിയുടെ വായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇവനാണെങ്കിൽ മെസ്സിക്കും കൊടുക്കുന്നത്. എടാ പോടാ ഭ്രാന്ത്. മെസ്സി എന്നാണ് ഇപ്പൊ കളി കഴിയുമല്ലോ. എടാ യമാലെ വേണ്ട പാസ് ഷൂട്ട് ഗോള്. എൻ്റെ മോനെ 90-ാം മിനിറ്റിൽ
മെസ്സി ഗോൾ അടിച്ചു ഗൈസ്. പിന്നല്ല എൻ്റെ മോനെ സ്കില്ലാക്കിയിട്ടല്ല അടിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഗോള് പോയി. അത് പവറിൽ കൊണ്ടിട്ടാവും, അതുകൊണ്ടാണ്. പ്രൊഫഷണലാന്നടാ നമ്മൾ ജയിച്ചത്. എൻ്റെ മോനെ പ്രൊഫഷണലല്ല അമ്മേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുതരാം, എൻ്റെ തൊണ്ടക്ക് കുറച്ച് പ്രശ്നമുണ്ട് ഗൈസ്. സൗണ്ടിനെല്ലാം ഒരു വ്യത്യാസം ഉണ്ടാവും. തൊണ്ടവേദനയാണ്, അതുകൊണ്ട് സൗണ്ട് ക്ഷമിക്കുക. ചുമക്കും ചിലപ്പോൾ ഇടക്കിടക്ക്. കോൺമേബോൾ എന്തിനാ ലിബർട്ടാഡോറസ് സുഡാമേരിക്ക എന്തല്ലോ പേരുന്നെ. സുഡാമേരിക്ക, സ്വീഡൻ അമേരിക്ക. അൽമാൻ്റെ ഹെഡ് മെസ്സി എടാ. നാളെ അർജന്റീനേൻ്റെ കളിയുണ്ട് ഗൈസ്. അർജന്റീനയും ജോർദാനും രാത്രി 10:30. ഞാൻ കാണും. നിങ്ങൾ അർജന്റീന ഫാനാണ്, കളി കണ്ടിട്ട് പറയാ എങ്ങനെ ഉണ്ടായിരുന്നു കളിയെന്ന്. ഞാൻ കാണും, എന്നാലും നിങ്ങളെന്ന് പറഞ്ഞോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്. എടാ എൻ്റെ മോനെ മെസ്സി എന്നിട്ടാ വെളിഞ്ഞിട്ടെടുക്കുന്നത്. 2-2 1-2 ഉണ്ടായത്. ഇറ്റലി കുറച്ച് സീനാണ്. ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ആരടിക്കും ഗൈസ്? ഞാൻ വിചാരിക്കുന്നത് അർജന്റീന തന്നെയാണ്. ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് അത്രേ ഇല്ലു. പിന്നല്ല അർജന്റീനയോടാ കളി. റാമറോ കിട്ടി. പെഡ്രി അൽമാൻ്റെ യമാലിനെ കൊടുക്ക്. ഓനാടെ വെറുതെ പോന്നടാ. ഓ മെസ്സി ഏതിടാ സ്കില്ലാക്കി ഒരടി അടി. ഏതിടാ ഗോള്. എൻ്റെ മോനെ വെറുതെ ഒന്ന് ചൊട്ടി കൊടുത്തതില്ല. അത് കാണുക ഗൈസ്. പക്ഷേ എൻ്റെ മോനെ ഏതാ ഇത്? ഓൻ പിടിച്ച് വലിക്കുന്നു മെസ്സിനെ. മെസ്സി ചൊട്ട് ഗോള്. പോടാ വിനി കിട്ടി. സീസണാ പേരുന്നില്ല. സീസണാ റാമറോ കിട്ടിയതാടാ. എടാ റൂഡിഗർ കിട്ടി അത്രയില്ല. ഓനെല്ലാരും കമിച്ചിട്ടാണ്. പെഡ്രി ഇല്ല യങ്. പെഡ്രി എടുക്കടാ. എടാ എന്തിടാ റൂഡിഗറെ ഒറ്റ സൈഡ് പുറത്തേക്ക് പോട്ട്. അപ്പം ഇരക്കിയിട്ട് ഞാൻ ബാക്കോട്ടിപ്പോ. അവിടെ പുറത്തേക്ക് അടിച്ച് യമാലേ ഗോളി. മാർട്ടിനസ് അല്ല കേട്ടോ. മാർട്ടിനസ് നമ്മളെ കൂടുതലില്ല, നമ്മളെ അത്ര പൈസ ഒന്നും ഇല്ല. എടാ അൽമാൻ്റെ കിട്ടി. പാസ് മെസ്സി ഓട് മെസ്സി. എടാ അടിടാ അടി മെസ്സി. ഭ്രാന്ത്. ഒന്നും കൂടി അടിക്കായിരുന്നു. ആടെ നേരെ ഓടിയാ മതി. എടാ ഞങ്ങൾ കിട്ടി അത്രയില്ലൂടാ. എടാ ഓട് മെസ്സി. ഭ്രാന്ത്. ഇവനല്ലേ ഇത് കാട്ടുന്ന നടുവിൽ പോസ്റ്റർ പോലെ വെക്കുന്നു. റാമറോ മെസ്സി. ഓ സ്കില്ല് ഇല്ല, പോയി. എന്തിനാടാ ഇവനെല്ലാം കളിക്കുന്നു? എടാ റാമറോ പെഡ്രി കിട്ടിടാ. മിസ് പാസ് ചെയ്യല്ല. എടാ യമാല ബാക്കിൽ കൊടുടാ. പാസ്. എടാ മെസ്സി ഏത് കാട്ടിലേക്ക് അടിച്ചിരിക്കത്? ഒരു വെടി വെക്കല്. വേണ്ടാമേ. ഈ കളി 4 അടിക്കാന്നുണ്ടായതാണ്. 4 അടിക്കാൻ കയ്യില് 3 മാക്സിമം. എടാ പെഡ്രി കിട്ടിയതാണ് കൊടുക്കണ്ടേ. പാസ്. നല്ല കളി. വേഗം പോടാ ഓടറാ. കളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഒടുക്കത്തെ കളിയായിരുന്നു ഗൈസ്. ഇനിയും വീഡിയോ മതിയാക്കാൻ തോന്നുന്നില്ല ഗൈസ്. അപ്പം പ്രൊഫഷണലാടാ അത്. എൻ്റെ മോനെ ഇത് ഇതിൻ്റെ
കോപ്പ അമേരിക്ക അതാ ഫുള്ള്. എടാ അടുത്ത ഫോട്ടോ കംപ്ലീറ്റ് ആക്കാണ്ട് 2026 വേൾഡ് കപ്പിന് അതെല്ലാം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ആ ചാനലിൽ. ഇതൊരു സീരിയസ് ആയിട്ട് ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു, ഫുട്ബോൾ സീരീസ്. അപ്പം ഫുട്ബോളിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ആക്കുന്നുണ്ട്. അപ്പം അതിലായിരിക്കും എൻ്റെ വീഡിയോ ഒക്കെ വരാൻ പോകുന്നത് ഗൈസ്. അപ്പം ഇനി ആരും പേടിക്കണ്ട. ബ്രസീൽ ഫാൻസിനെ നമ്മൾ ബ്രസീലിൻ്റെ ക്രോണിക്കൽ നാഷണൽ സ്റ്റോറി അതെടുക്കുകയാണ് നോക്കാമല്ലോ. പോർച്ചുഗലിൻ്റെ അടുത്ത വീഡിയോയിൽ ചെയ്യുക ഗൈസ്, ആരും വിഷമിക്കണ്ട. ഇൻ വിച്ച് കൺട്രി ഡിഡ് ബ്രസീൽ വിൻ ഇറ്റ്സ് ഫസ്റ്റ് വേൾഡ് കപ്പ് ടൈറ്റിൽ? നിങ്ങൾക്കറിയാം ഗൈസ്? എനക്കറിയില്ല. ഇറ്റലി കൊടുക്കുക എന്തായാലും. അല്ലടാ ശേ, ആരോടാന്ന് പിന്നെ ഗൈസ് നിങ്ങൾക്കറിയോ ഗൈസ്? എന്നാ ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പം മതിയാക്കല്ലേ ഗൈസ്? അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ. അതിന് മുമ്പട്ടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു ഇതേപോലെയുള്ള വെറൈറ്റി പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം ഗൈസ്. അപ്പം ബൈ പറയല്ലേ. ഗോളി 117 ആക്കിയ ഗൈസ് നമ്മൾ. അത്രേ ഉള്ളൂ. പിന്നെ ഇവൻ എങ്ങനെ സെല്ലൊക്കെ കഴിഞ്ഞില്ല, ഇവൻ എങ്ങനെയും കച്ചവടമാകുന്നു. ഞാൻ എന്നാ ചെയ്യണ്ടേ, ഭ്രാന്ത് വരില്ല. അപ്പോൾ ഗൈസ് ഈ ഗെയിമിൽ ഒരു പാക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് മതിയാക്കാൻ തോന്നുന്നു അല്ലേ ഗൈസ്? വേണ്ടല്ലേ? വേണ്ടല്ലോ? വേണോ വേണ്ടയോ? എന്നാല് ഒരു പാക്ക് ഓപ്പൺ ആക്കാം അല്ലേ? അപ്പം നമുക്ക് പാക്ക് ഓപ്പൺ ആക്കിയിട്ട് തുടങ്ങാം. ഇതിൻ്റെ പാക്ക് വാൽവർത്തിൻ്റെ ആക്കണേ. ഇബ്രാഹിമോവിച്ച് വാൽവർത്തിൻ്റെ വെച്ച് ഗ്രൂപ്പ് വെച്ചിട്ട് ആക്കിക്കോ. ഗ്രൂപ്പ് വെച്ചിട്ട് ആക്കിക്കോ. കൊടു ഏതായിട്ടിരിക്കല് ഏലാരും ഇല്ലല്ലേ. പർച്ചേസ് ആരെ കിട്ടുന്നു നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. സ്പെയിനത്തെ ഒരുത്തരം കിട്ടി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ടാണ് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അപ്പോൾ ബൈ ഗൈസ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.